ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ പരമശിവൻ്റെ ഈ ധ്യാന ഫോട്ടോ ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ ഇതന്നെ വേറെ ഫോട്ടോസൊക്കെ ഉണ്ട്, എന്നാലും ഈ ഫോട്ടോയ്ക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നമ്മൾ ഇന്നത്തെ സെഷൻ വന്ദേ മാതരം. എന്താണ് വന്ദേ മാതരം? നമ്മൾ പറഞ്ഞല്ലോ, വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി, പിന്നെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തുകയാണുണ്ടായതെന്ന് പറഞ്ഞു. എന്താണ് ഈ വന്ദേ മാതരവും ജനഗണമനയും തമ്മിലുള്ള വ്യത്യാസം? ജനഗണമനയാണോ വന്ദേ മാതരമാണോ ഗ്രേറ്റ് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. വന്ദേ മാതരവും ജനഗണമനയും കമ്പയർ ചെയ്താൽ വന്ദേ മാതരമാണ് ഗ്രേറ്റ്. വന്ദേ മാതരം. അപ്പോൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ബംഗാളികളും, എല്ലാ ഇന്ത്യക്കാരെന്ന് പറയണം, അതിൽ തന്നെ പ്രത്യേകിച്ചും ബംഗാളികൾ, ഇപ്പോൾ കേരളത്തിലുള്ള ബംഗാളികൾ, ബംഗാൾ ഒഴിച്ചുള്ള അന്യ സംസ്ഥാനങ്ങളിലുള്ള ബംഗാളികൾ, അവരുടെ ഫാമിലി, ലോകത്തെല്ലായിടത്തുമുള്ള ബംഗാളികൾ എല്ലാവരും വന്ദേ മാതരം ഒന്ന് യൂട്യൂബിലാണെങ്കിൽ കേൾക്കുക, വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ പടികൾ താണ്ടുകയാണെന്ന് വിചാരിക്കാം. ഒറിജിനൽ സ്വാതന്ത്ര്യം, കംപ്ലീറ്റ് സോഷ്യലിസം. ഇപ്പോൾ വന്ദേ മാതരം. ഈ വന്ദേ മാതരം ഇനിയിപ്പോൾ നമ്മുടെ ലോകസഭയിൽ കൂടുമ്പോൾ, അല്ല, നിങ്ങളത് അവിടെ അവതരിപ്പിക്കണം, ഇവിടെ അവതരിപ്പിക്കണം, ഇത് കേൾക്കണം, 3 മിനിറ്റ് കേൾക്കണം എന്നൊക്കെ പറയുന്നു. കുറേ ആൾക്കാർ എതിർക്കണം. അങ്ങനെ നിങ്ങളത് കംപ്ലീറ്റ്, ഇനി അത് സഭ കൂടുന്നതിന് മുമ്പ് തന്നെ വന്ദേ മാതരം മുഴുവനായിട്ട് കേട്ടിട്ട് വേണം സഭ തുടങ്ങാൻ. അത് എല്ലായിടത്തേക്കും എത്തിക്കുക. പിന്നെ സ്കൂളുകൾ, ട്രഷറികൾ, പ്രത്യേകിച്ചും കോളേജുകൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ, എല്ലാ ഗവൺമെൻറ് ഓഫീസുകൾ വന്ദേ മാതരം കേട്ടിട്ട് ജോലിക്ക് ഇറങ്ങുന്ന രീതിയിൽ കമ്പൽസറി ആക്കുക. അത്രയും ഗ്രേറ്റാണ് വന്ദേ മാതരം. അപ്പോൾ നമ്മുടെ ഭാരതം, വീർ സവർക്കർ പറഞ്ഞിട്ടുള്ള ഭാരതം എപ്പോഴും സിന്ധു നദി തൊട്ട് സിന്ധു മഹാസാഗരം വരെയുള്ള സ്ഥലം, അദ്ദേഹം പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സത്യമനുസരിച്ച്, ഈ നാട്ടിൻ്റെ ശാസ്ത്രം അനുസരിച്ച്, ആര്യന്മാരും ദ്രാവിഡം എന്നുള്ള സിദ്ധാന്തം വിട്ടുകളഞ്ഞാൽ നമ്മുടെ പഞ്ചാബിലും, ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള പഞ്ചാബിൻ്റെ സിന്ധു തീരത്താണ് നമ്മുടെ വേദങ്ങൾ ആദ്യമായിട്ട് ഉരുക്കൊഴിച്ചത്. അതാണ് പഞ്ചാബ്. നമ്മുടെ ഏറ്റവും നല്ല സംസ്ഥാനം, ഏറ്റവും സമൃദ്ധിയുള്ള സംസ്ഥാനങ്ങളൊന്നായിരുന്നു പഞ്ചാബ്. ഏറ്റവും സമൃദ്ധിയുള്ള സംസ്ഥാനങ്ങളൊന്നായിരുന്നു ബംഗാൾ. ഈ ഡൽഹി ബ്രിട്ടീഷുകാർ അവരുടെ തലസ്ഥാനമാക്കുന്നതിന് മുമ്പേ നമ്മുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അപ്പോൾ സിന്ധു നദി തൊട്ട് സിന്ധു മഹാസാഗരം വരെയുള്ള ഭൂപ്രദേശം ഹിന്ദുക്കൾ. ഇനി ഗോഡ്സെയുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയും വടക്കു കിഴക്കൻ അതിർത്തിയും തെക്കേയറ്റത്തെ കന്യാകുമാരിയും, ഇദ്ദേഹം തെക്കേയറ്റത്തെ കന്യാകുമാരി എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം മഹാരാഷ്ട്രീയനാണെന്ന് തോന്നുന്നു എനിക്ക്. ഗോഡ്സെ മഹാരാഷ്ട്ര ചിത്ഭവൻ ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു. അത് നമുക്ക് അറിയാം, പക്ഷെ ഞാനിപ്പോൾ അതെൻ്റെ ഓർമ്മയിലില്ല. തെക്കേയറ്റത്തെ കന്യാകുമാരിയും ഇപ്പോൾ പാകിസ്ഥാനുള്ള കറാച്ചിക്കും ആസാം, അല്ല, പാകിസ്ഥാൻ ഇവിടെ അറ്റത്ത്, ബംഗാളിൻ്റെ അറ്റത്ത് ആസാമിനും ഇടയ്ക്കുള്ള പ്രദേശവും, ഈ മണിപ്പൂർ, ഈ പറഞ്ഞ മിസോറാം എല്ലാം അടക്കമുള്ളതായിരുന്നു ബംഗാൾ. ഉള്ള പ്രദേശം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശവും എപ്പോഴും എൻ്റെ മാതൃരാജ്യം തന്നെയായിരിക്കും. അപ്പോൾ കാശ്മീർ ടു കന്യാകുമാരി, അതിൻ്റെ ഒരു റൂട്ട് പോണത് അറ്റോക്ക് ടു ഘട്ടക്. ഈ അറ്റോക്ക് നമ്മുടെ
സാംസ്കാരിക ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതവർഷത്തിൻ്റെ ഈ അറ്റത്തുള്ള ടൗണാണ്, ഏറ്റവും അറ്റത്തെ ടൗൺ. അതിൻ്റെ അപ്പുറത്താണ് ഈ ബലൂചിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ്റെ ഒരു ഭാഗം. ഈ മുഹമ്മദ് അലി ജിന്ന ഈ പാകിസ്ഥാൻ രൂപീകരണം അത് സംസാരിക്കാം. അതിനു മുമ്പ് ഇദ്ദേഹം പാകിസ്ഥാൻ രൂപീകരിക്കുന്നത് പറയണതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റോക്കിന് തൊട്ടപ്പുറത്തുള്ള ഇതായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അത് നമ്മുടെ ഭാരതമായിട്ട് ലയിച്ച ഒരു വിഭാഗമാണ്, ഭൂവിഭാഗമാണ്. പക്ഷെ ഭാരതമായിട്ട് ബന്ധമില്ല അതിന്. ഒരു പരിധിവരെ സിന്ധു നദിക്ക് അപ്പുറത്തായിരിക്കും. പക്ഷെ ആ ടൗണിൻ്റെ പേരാണ് അറ്റോക്ക്. ഈ ഘട്ടക്ക് എന്ന് പറഞ്ഞത് എനിക്കറിയില്ല എവിടെ. ഞാനിപ്പോൾ നെറ്റില്ലാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടില്ല ഘട്ടക്ക് എവിടെയാണെന്നുള്ളത്. ഘട്ടക്കിന് ഋഷികേശ ഭാഗത്താണോ എനിക്കറിയില്ല. ആ ടിബറ്റിൻ്റെയോ അതിൻ്റെയോ നമ്മുടെ ഇടയിലുള്ള സ്ഥലമാണോ ഘട്ടക്ക് എന്നറിയില്ല. അപ്പോൾ നമ്മുടെ അതിർത്തിയിൽ നിന്ന് കന്യാകുമാരി, കാശ്മീർ ടു കന്യാകുമാരി, അറ്റോക്ക് ടു ഘട്ടക്കാണ്. അതാണ് ഈ പറഞ്ഞ ഗോഡ്സേയുടെ ഇതിലുള്ള വിഭജനത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയും തെക്കേറ്റത്തെ കന്യാകുമാരിക്കും കറാച്ചിക്കും ആസാമിനും ഇടയ്ക്കുള്ള പ്രദേശം ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശവും എപ്പോഴും എൻ്റെ മാതൃരാജ്യം തന്നെയായിരിക്കും. ഇതാണ് ജയശങ്കർ സാറ് പറഞ്ഞ മണിപ്പൂർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഒരു ദിവസം പറയാനുള്ള കാരണം. ഈ ജയശങ്കർ സാറ് നല്ല മിടുക്കനാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അല്ല, എല്ലാവരും മിടുക്കന്മാർ തന്നെ. 2014 BJP ഗവൺമെൻറ്, അമിത്ഷാ, മോദി ഇവരൊക്കെ മിടുക്കന്മാർ തന്നെ. അവർ നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ജനഗണമനയാണോ വന്ദേമാതരമാണോ ഗ്രേറ്റ്, അത് നമുക്ക് പരിശോധിക്കാം. എന്താണ് വന്ദേമാതരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഭാരതത്തിന് എന്നുള്ളതും ഈ സെഷനിൽ പരിശോധിക്കുന്നതായിരിക്കും. ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 3-4 ചെറിയ വീഡിയോകളായിട്ട് ഇടായിരിക്കും നല്ലത്. ആ ലൈവ് വിടുന്ന ആൾക്കാർ അതിൽ നിന്ന് മാറുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഇന്ത്യയിലെ 150 കോടി ജനങ്ങളല്ലേ ഉള്ളൂ. ഞാൻ കൃത്യമായിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പേ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള തിരക്കൊന്നുമില്ല. അപ്പോൾ അടുത്ത മിനിറ്റിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് സാധാരണ ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ആരോ ഇന്നലെ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ മിലിറ്ററി വിചാരിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ക്ലീൻ ആക്കാവുന്ന കാര്യമുള്ളൂ നമ്മുടെ രാജ്യം. അത് ശ്രേഷ്ഠമായിട്ട് ക്ലീൻ ആക്കണം, സോഷ്യലിസം നടപ്പിൽ വരുത്തണം. അതാണ് എൻ്റെ ഒരു ശ്രമം. ഇതൊരു പൊട്ട ശ്രമമാണോ? അല്ലേ? അല്ല, ഒരു നല്ല ശ്രമമായിട്ടാണ് ഞാനും കാണുന്നത് ഇതിനെ. നല്ല ഫോട്ടോ അല്ലേ? ഗംഭീരമായിട്ടുണ്ട്. ശിവം, എൻ്റെ ആത്മീയതയൊക്കെ പോയി. ആത്മീയതയൊക്കെ പണ്ട് ഒരു കൊറോണ സമയത്ത് കിട്ടിയതായിരുന്നു. ആ ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രത്യേകതരം അവസ്ഥ അത് ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോഴും മുമ്പൊക്കെ ആയിട്ട്. എനിക്ക് അടുത്ത കിട്ടിയത് അത് പോയി. എൻ്റെ അമ്പലങ്ങളോടുള്ള പ്രേമങ്ങൾ പോയി, എല്ലാം പോയി. എന്തായിരുന്നു ഞാൻ ഒരു 35 വയസ്സ് വരെ, ഒരു 25 വയസ്സ് തൊട്ട് ഒരു 10 കൊല്ലത്തെ ഞാൻ അതിൽ നിന്ന് മാറി കൃത്യമായിട്ടൊരു ഹൈന്ദവിക റൂട്ടിലേക്ക് എത്തിയതായിരുന്നു. ഞാൻ പഴയ ഞാനായിരുന്നതാണ് എനിക്കിപ്പോൾ ഒരു പേടി. അതിലേക്കൊരു തിരിച്ചു പോക്ക്. ആ സമയത്ത് ഞാൻ സന്യാസം കൊതിച്ചിരുന്നു. സന്യാസം ഇനിയിപ്പോൾ സന്യാസം അങ്ങനെ കിട്ടും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കീ ജയ്.